തേടി കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാടി. നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20-ാം മണിക്കൂർ. ഭാര്യയെ, സഹോദരി രണ്ടുപേരെയും കൊന്ന ശേഷമാണ് ഒരു യുവാവ് ജീവനൊടുക്കുന്നത്. സംഭവം അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഭാര്യ തന്നെ വഞ്ചിച്ചു എന്നുള്ള തോന്നലിലാണ് ആ യുവാവിൻ്റെ ക്രൂരത മുഴുവൻ. സഹോദരിയെ കൊന്നതോ അവൾക്ക് വയ്യായികയാണ്, താൻ മരിച്ചാൽ പിന്നെ മറ്റാരും ഉണ്ടാകില്ല എന്നുള്ള തോന്നൽ. വിശദമായി നമുക്ക് നോക്കാം. സ്വാഗതം ഒരിക്കൽ കൂടി. ഭാര്യയും സഹോദരിയും വെടിവെച്ചു കൊന്ന് ബാങ്ക് ജീവനക്കാരൻ അതിനുശേഷം ജീവനൊടുക്കി. കൊലപാതകത്തിന് ശേഷം വഞ്ചനയ്ക്കുള്ള പ്രതികാരമെന്ന് അയാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഏതാണ്ട് 12:15 കൂടിയാണ് ഗോമതി നഗറിലെ ICICI ബാങ്കിന്റെ ഓഫീസിന് പുറത്ത് ഈ സംഭവം നടക്കുന്നത്. ആ ബാങ്ക് ബ്രാഞ്ചിൽ റിലേഷൻഷിപ്പ് മാനേജറായി ജോലി ചെയ്തിരുന്ന ആളാണ് ദിവ്യ മിശ്ര. 37 വയസ്സുകാരിയാണ്. ആ ദിവ്യ മിശ്രയാണ് സ്വന്തം ഭർത്താവിൻ്റെ കൈകളാൽ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. SBI ജീവനക്കാരനാണ് ഈ പ്രതിയായിട്ടുള്ള മാനസ് വാജ്പേയി. അയാൾക്ക് 38 വയസ്സുണ്ട്. അങ്ങനെ ഭാര്യ ദിവ്യ മിശ്ര മാത്രമല്ല, അയാളുടെ സഹോദരി ശിവ വാജ്പേയി, ഈ രണ്ടുപേരെയാണ് അയാൾ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന്റെ വിവരവും അതിന്റെ പദ്ധതിയും എല്ലാം വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അയാൾ പങ്കുവച്ചു. അതിനുശേഷമായിരുന്നു സ്വയം ജീവനൊടുക്കിയത്. ഈ മാനസ് വാജ്പേയിയും ദിവ്യയും ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. പക്ഷേ ഇവർ അകൽച്ചയിലായിരുന്നു, കുട്ടികളുമില്ല. 1 വർഷം മുമ്പ് ഈ മാനസിൽ നിന്ന് ഡിവോഴ്സിന് വേണ്ടി ഡിവോഴ്സ് ആവശ്യപ്പെട്ട് ദിവ്യ മിശ്ര കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് ഈ ICICI ബാങ്ക് ജീവനക്കാരിയായ ദിവ്യയെ അവളുടെ തൊഴിൽ സ്ഥലത്ത് തന്നെ എത്തി അവിടെ നിന്ന് വിളിച്ചിറക്കിയ ശേഷം മാനസികനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. എന്താണ് മാനസ് ഇത്തരമൊരു കൊടും ക്രൂരത ചെയ്യാനുള്ള കാരണം? ഈ ദിവ്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ട് എന്നുള്ളതാണ് മാനസിന്റെ നിലപാട്. സംശയം. അത്തരം ഒരു ആരോപണം ഉന്നയിച്ചായിരുന്നു ഈ കൊലപാതകവും. പോലീസ് പറയുന്നത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിവ്യ അവരുടെ കാറിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ആ ബാങ്കിന്റെ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു ഈ മാനസ് വാജ്പേയി എന്ന യുവാവ്. ഈ ഭർത്താവ് മാനസ് മിശ്ര അവരെ പുറത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് വെടിവെച്ചു കൊന്നു. ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എന്താണെങ്കിലും ഈ ബാങ്കിന് പുറത്തുള്ള CCTV അതിൽ ചില ദൃശ്യങ്ങൾ കാണാനും സാധിക്കും. ഇവരെ ബലമായി വലിച്ചിഴക്കുന്നതും വെടിയുതിർക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ CCTVയിലുണ്ട്.
देखिए आज एक गोमती नगर में बहुत ही दुखद घटना हुई है और प्रिलिमिनरी जो सूचना मिली थी कि आईसीआईसीआई बैंक के पास जो है एक महिला को गोली मार दी गई है और जिस पर हमारी पुलिस तत्काल मौके पर पहुंचकर छानबीन प्रारंभ की। जो घायल महिला थी उसको हॉस्पिटल ले जाया गया जहां उन्हें मृत घोषित कर दिया गया। तभी इसी दौरान छानबीन के दौरान ही ये सूचना मिली कि यहाँ हुसैरिया पर एक व्यक्ति ने गोली की आवाज़ सुनी और उसकी सूचना दी, जहां हमारी पुलिस यहाँ आई और ज्ञात हुआ कि जो महिला जिसको गोमती नगर आईसीआईसीआई बैंक के पास गोली मारी गई थी उसका पति यहीं रहते थे। उसकी बहन और उसकी जो है यहाँ डेड बॉडी थी, उसने सुसाइड कर लिया था। प्राथमिक छानबीन में हम लोगों को उसके व्हाट्सएप जो प्रोफाइल पे स्टेटस था उसको भी देखा है, जिसमें उन्होंने लिखा है कि सुसाइड कर रहे हैं और उसने अपनी वाइफ को गोली मार दिया है। अभी हम लोग सारे एंगल्स पे छानबीन कर रहे हैं, उसके बारे में डिटेल निकाल रहे हैं, उनके परिवारजनों से भी बातचीत कर रहे हैं। आज ये घटना या क्या चीज़ थी जो उसको ट्रिगर किया था उसके बारे में हम लोग छानबीन कर रहे हैं। जितनी भी विस्तृत जानकारी और तथ्य हमें मिलेंगे वो सभी आप लोगों से साझा किया जाएगा। एक बहुत ही दुखद घटना रही और इसमें हमारी टीमें जो है लगी हुई है। सभी एंगल पे इनके पुराने जो रिश्ते हैं या विवाद हैं, जो इनके कार्य हैं, इनकी सिस्टर के बारे में और जो बताया गया कि कुछ बीमार भी रहती थी, तो हर तथ्यों पे हम लोग छानबीन करेंगे। जो तथ्य प्रकाश में आएंगे उसके आधार पर कार्रवाई करेंगे। ഭാര്യയെ വെടിവെച്ച ശേഷം ഭിന്നശേഷിക്കാരിയായിട്ടുള്ള അവൻ്റെ സഹോദരി ശിവ എന്നാണ്. ആ ശിവയെ കൊല്ലുന്നതിനായി അയാൾ വീട്ടിലേക്ക് തിരിച്ചു. ഈ യാത്രക്കിടയിലാണ് തൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇയാൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിൽ എഴുതിയിരുന്നത്, ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു, അതിന് കാരണം അവൾ എന്നെ ചതിച്ചതുകൊണ്ടാണ്. ഇനി എനിക്ക് എൻ്റെ സഹോദരിയെ കൊല്ലണം, ഞാനും മരിക്കും. അവളുടെ സഹോദരി പ്രഗ്യയ്ക്കും പ്രഗ്യയുടെ ഭർത്താവിനും ഇപ്പോൾ എല്ലാം അറിയാം. ഇങ്ങനെയായിരുന്നു ആ സ്റ്റാറ്റസ്. അതായത് പൂർണ്ണമായും കാര്യങ്ങൾ വിവരിച്ച ശേഷമായിരുന്നു ആ രണ്ടാമത്തെ കൊലപാതകവും അയാളുടെ ആത്മഹത്യയും. तो मैं सबने बोला कि मानस का भी स्टेटस देखा, तो मैंने देखा मानस का स्टेटस में लिखा हुआ था कि आई विल किल माई वाइफ, चीट करके रही है तो, और मैं सुसाइड करने वाला हूँ। तो फिर नहीं, यहाँ जब हम लोग ने उसको कॉल किया, हम कॉल करने पे कॉल नहीं उठा, तब उनके मामा के लड़के आए तो फिर हम लोग ने नॉक करा। വീട്ടിലെത്തിയ മാനസ് അനിയത്തി ശിവയെ വെടിവെച്ച് കൊന്നു. അതിനുശേഷം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഞാൻ മരിച്ചാൽ ഭിന്നശേഷിക്കാരിയായിട്ടുള്ള സഹോദരിയെ ആര് നോക്കുമെന്നുള്ള ചിന്ത, അങ്ങനെയാണ് സഹോദരിയെ കൊല്ലാൻ അയാൾ തീരുമാനമെടുത്തത്. അങ്ങനെയാണ് 28-കാരി ശിവയ്ക്കും ജീവൻ നഷ്ടമായത്. 5 വർഷമായി ഈ മാനസും ഒപ്പം ദിവ്യ ഭാര്യയും അകന്നു കഴിയുകയാണ്. 12 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി അവർ സെപ്പറേറ്റഡ് ആണ്. അങ്ങനെയാണ് ദിവ്യയുടെ ബന്ധുക്കൾ പറയുന്നത് ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന്. हमारी सिस्टर थी दिव्या मिश्रा, उनकी बैंक के बाहर हत्या कर दी गई थी। बाद में पता चला कि ये लोगों से कि मानस जी उनके पति है, उन्होंने उसकी हत्या की थी और घर पहुंच के उन्होंने अपनी बहन की हत्या की और फिर खुदकुशी कर ली। ये इनका तलाक की प्रक्रिया चल रही थी पिछले 1 साल से, 5-6 साल से अलग है। 5 साल से करीब ये अलग रह रहे थे। शादी हुए 7-8 साल हो गए। उन्होंने प्रज्ञा और भारत के बारे में कहा कि उनको कुछ पता था, मगर ऐसा उनको जानकारी नहीं थी, क्योंकि हम लोग सब जानते हैं उनकी बहन का भी मानसिक रोग थी, उनका इलाज चल रहा। अच्छा, जो जिस रिवॉल्वर से मारी गई है, क्या कुछ आपको जानकारी होगी? लाइसेंसी थी क्या? कुछ अभी इसकी कोई जानकारी नहीं है कि वो रिवॉल्वर लाइसेंस। ये विवाद दोनों में कब से चल रहा था? ये शुरुआत से ही चल रहा था, शादी के 1.5 साल बाद ही शुरुआत चल रहा था। क्या कुछ तलाक की प्रक्रिया भी जारी थी? 1 साल पहले तलाक के लिए अप्लाई हो चुका है कोर्ट में। हाँ। अच्छा, इससे पहले भी कभी लड़ाई झगड़े हुए हैं? लड़ाई जानकारी आई हो? बहसबाजी तो होती रहती थी, लड़ाई झगड़े तो होते ही थे, इसीलिए वो अलग हो गई थी। कभी मारपीट की नौबत आई हो? इसकी जानकारी नहीं। कभी थाना दरबार हुआ हो? ये थाना नहीं, अभी तक ये पहली बार है? ये पहली बार। ഈ കൊല്ലപ്പെട്ട ദിവ്യയുടെ സഹോദരിയും മാധ്യമപ്രവർത്തകയാണ് പ്രഗ്യ. ആ വാട്സപ്പ് സ്റ്റാറ്റസിൽ പറഞ്ഞ ആൾ സംഭവം അറിഞ്ഞ് സാമൂഹ്യ മാധ്യമ എക്സിൽ ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു കുറിപ്പായിട്ട്. ഗോമതി നഗറിൽ തൻ്റെ സഹോദരിക്ക് വെടിയേറ്റിട്ടുണ്ട്.
തനിക്ക് ഫോണിലൂടെ ആ വിവരം ലഭിച്ചു. അവൾക്കിപ്പോൾ എന്താണ് ആ സാഹചര്യം എന്നറിയില്ല. ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നൊക്കെയാണ് ആ കുറിപ്പിലുള്ളത്. എന്നാലും ഉത്തർപ്രദേശ് പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ആ പ്രഗ്യയുടെ പോസ്റ്റ്. ഒരു കാര്യം വ്യക്തമാണ്, എന്താണ് പെട്ടെന്ന് ഇത്തരത്തിൽ ട്രിഗർ ചെയ്ത സംഭവം എന്നുള്ളത് പോലീസിന് ബോധ്യമായിട്ടില്ല. അതിൽ അന്വേഷണം നടക്കുകയാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ये पति पत्नी का विवाद का मामला है, पारिवारिक मामला है। ये करीब 12-12:15 बजे सूचना मिली कि ICICI बैंक जो विभूति खंड का ब्रांच है वहाँ पे किसी महिला का गोली मार के हत्या हुई है। तो पता लगाने से पता चला कि ये पति जो है मानस वाजपेयी, उनकी पत्नी वहाँ ICICI बैंक में कार्यरत है रिलेशंस मैनेजर के तौर पे। तो इनको बुलाया, ये बाहर आई हैं, दोनों में विवाद हुई है तो उन्होंने उनको मार दिया है। फिर उसके बाद पुलिस तत्काल वहाँ घटनास्थल पे पहुँच के कार्रवाई कर ही रही थी। तो ये पता चला कि जो मानस वाजपेयी है उनका जो घर विनम्र खंड है वहाँ पे जाके अपनी जो छोटी बहन है उनको उन्होंने मार दिया और खुद सुसाइड कर लिया। अभी जांच पड़ताल कर रहे हैं, पिस्तल रिकवर हुआ है। ചില അസുഖങ്ങൾ ഇയാളെ ബാധിച്ചിരുന്നു, അലട്ടിയിരുന്നു എന്നാണ് പോലീസിന് അന്വേഷണത്തിൽ ബോധ്യമായത്. ഇത്ര നാളായി ഇവർ അകന്നു കഴിഞ്ഞിട്ടും പെട്ടെന്ന് എന്താണ് പ്രകോപനം, അത് എന്താണെന്നുള്ള കാരണവും പോലീസ് തേടുന്നുണ്ട്. എന്നാണെങ്കിലും ആ ട്രിഗറിംഗ് പോയിന്റാണ് ഒരു പക്ഷേ ഈ കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാനുള്ള സാധ്യതയ്ക്ക് വഴിതെളിയിക്കുക. അമ്മയോട് സ്നേഹം കൂടുതൽ, ആ പകയിൽ മക്കളെ കനാലിൽ തള്ളിയിട്ട് കൊന്നു പിതാവ്. കർണാടകയിലെ യാദ്ഗിരി എന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. 9 വയസ്സുള്ള പെൺകുട്ടി, 2.5 വയസ്സുള്ള മകൻ, ഈ 2 പേരാണ് കൊല്ലപ്പെട്ടത്. പിതാവ്, അയാളുടെ പേര് ശാന്തപ്പ എന്നാണ്. ശാന്തപ്പയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കുട്ടികൾക്ക് അമ്മയോടുള്ള കൂടുതൽ സ്നേഹം, ആ സ്നേഹമായിരുന്നു അത്രേ പിതാവിൻ്റെ ഇത്രമാത്രം വലിയൊരു ക്രൂരതയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏതാണ്ട് 3:30 സമയത്ത് ഈ യാദ്ഗിരി ജില്ലയിലെ ഒരു ഇറിഗേഷൻ കനാൽ, ജലസേചന കനാലുണ്ട്, അവിടെ കുട്ടികളെ എത്തിക്കുകയാണ്. അതിനുശേഷമായിരുന്നു ആ ക്രൂരകൃത്യം. ആ കനാലിൻ്റെ ഭാഗത്തു നിന്നാണ് ആ കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തുന്നത് വൈകിട്ടോടുകൂടി. ഈ കൊലപാതക വിവരം പ്രതി തന്നെയാണ് പോലീസിനെ അറിയിക്കുന്നത്. ഉച്ചയ്ക്ക് 3 മക്കളുമായി, ഇളയവളുണ്ട്, ആ 3 മക്കളുമായി വീട്ടിൽ നിന്നാണ് ഇയാൾ സൈക്കിളിൽ യാത്ര തിരിക്കുന്നത്. ആ കനാലിൻ്റെ കരയിലേക്ക് കൊണ്ടുപോയി 3 പേരെയും, എന്നിട്ട് ആ മകനെയും ആ മകളെയും കനാലിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് 6 വയസ്സുള്ള മകളുമായി യാദ്ഗിരി ടൗണിലേക്ക് എത്തി. അവിടെ വെച്ചാണ് പോലീസിനെ ഇയാൾ കാര്യങ്ങൾ അറിയിക്കുന്നത്, പറഞ്ഞു മനസ്സിലാക്കുന്നത്. ನಮ್ಮ ಯಾದಗಿರಿ ಜಿಲ್ಲೆಯ ಗೋಗಿ ಪೊಲೀಸ್ ಠಾಣೆ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಒಂದು ಗಂಗನಾಳ ಅಂತೇಳಿ ಹಳ್ಳಿ ಬರುತ್ತೆ. ಸೊ ಅಲ್ಲಿ ಶಾಂತಪ್ಪ ಅಂತೇಳಿ ತಂದೆ ಅವರು 3 ಜನ ಮಕ್ಕಳನ್ನ ಮಧ್ಯಾಹ್ನ ಸುಮಾರು 2:15-2:20 ಕರ್ಕೊಂಡು ಕೊಡ್ತಾರೆ. 3 ಜನ ಮಕ್ಕಳು, ಒಬ್ರು ಸಾನ್ವಿ ಅಂತ 4ನೇ ಕ್ಲಾಸ್ ಓದ್ತಾ ಇರ್ತಾರೆ, 9 ವರ್ಷದವರು, ಮತ್ತೆ 2ನೇವರು ಸಂಜನಾ ಅಂತ ಹೇಳಿ ಅವ್ರಿಗೆ, ಅವರು 6 ವರ್ಷದವರು, ಫಸ್ಟ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಕಲಿತಾ ಇರ್ತಾರೆ. ಇನ್ನೊಬ್ರು ಸೃಜನ್ ಅಂತ ಹೇಳಿ ಹುಡುಗ 2.5 ವರ್ಷ ಮಗು. ಸೊ ಈ 3 ಜನ ಬೈಕ್ ಅಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗಿ ನಂತರ ಅವರು ನಮ್ಮ ಕೆನಲ್ ಹತ್ತಿರ ಹೋಗಿ 2 ಮಕ್ಕಳನ್ನ ಕೆನಲ್ಗೆ ತಳ್ಬಿಟ್ಟು ಆ 3ನೇ ಮಗುನ ಇಟ್ಕೊಂಡು ಯಾದಗಿರಿಗೆ ಬರ್ತಾರೆ. ಯಾದಗಿರಿಗೆ ಬಂದು ಅವರು 112 ಕಾಲ್ ಮಾಡಿ ನಾನೇ ನನ್ನ ಮಕ್ಕಳನ್ನ ಕೆನಲ್ ಅಲ್ಲಿ ತಳ್ಳಿದ್ದೇವೆ ಅಂತ ಅವರು ಮಾಹಿತಿ ಕೊಡ್ತಾರೆ. ನಾವು ಕೂಡಲೇ ಇಲ್ಲಿಂದ ಕಳಿಸಿ ಬೀಗುಡಿಗೆ, ಮತ್ತೆ ಕೆನಲ್ ರಾತ್ರಿ ಚೆಕ್ ಮಾಡೋದಾಗಿ, ಅದು ರಾತ್ರಿ ಸಮಯದಿಂದ ನಾವು
ಫೈರ್ ಅವರು ಹುಡುಕಲಿಕ್ಕೆ ಆಗಿರ್ಲಿಲ್ಲ. ಸೊ ಇವತ್ತು ಬೆಳಿಗ್ಗೆ ಸುಮಾರು 6 ಗಂಟೆಯಿಂದ ನಮ್ಮ ಫೈರ್ ಟೀಮ್ನವರು ಆ ಕ್ಯಾನಲ್ಗಳಲ್ಲಿ ಈ 2 ಮಕ್ಕಳು ಏನದು ಸಾನ್ವಿ ಮತ್ತು ಸೃಜನ್, ಒಂದು ಹೆಣ್ಮಗು 9 ವರ್ಷದ್ದು ಸಾನ್ವಿ ಮತ್ತು 2.5 ವರ್ಷದ್ದು ಇದು സൃജൻ ಅಂತೇಳಿ. രാത്രി വൈകിയതിനാൽ പോലീസിന് തെരച്ചിൽ നടത്താൻ സാധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് 6:00 ഫയർഫോഴ്സിന്റെ സഹായത്തോടുകൂടി തെരച്ചിൽ ആരംഭിച്ചു. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ആ 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഈ മരിച്ച 2 മക്കൾക്കും അയാളുടെ ഭാര്യയോടായിരുന്നു കൂടുതൽ സ്നേഹമെന്നാണ് ആ പ്രതി പോലീസിന് നൽകിയ മൊഴി. തന്നോട് സ്നേഹമുള്ള 6 വയസ്സുകാരിക്ക് അതുകൊണ്ട് ജീവൻ നഷ്ടമായില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്ന് പോലീസ് പറയുന്നു. ഒരു അച്ഛൻ സ്നേഹത്തിന്റെ പേരിൽ 2 മക്കളെ കൊന്നുകളഞ്ഞ കഥ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ിലേക്ക് വീണ്ടും. രാജ്യതലസ്ഥാനത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചു. കൊലപാതകം 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടെ കുത്തിയത് പ്രശ്നപരിഹാരത്തിനെന്ന പേരിൽ വിളിച്ചു വരുത്തിയ ശേഷം. ഡൽഹിയിലെ കല്യാൺപുരിയിലാണ് 22-കാരനായ കല്യാൺപുരി സ്വദേശിയായുള്ള ഗഞ്ചു എന്ന വിളിപ്പേരുള്ള ജയ്സിംഗ്, ആ യുവാവാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ 12:45 11-15 ബ്ലോക്കുകൾക്കിടയിലുള്ള ആ റോഡിലാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവത്തിൽ 2 ബന്ധുക്കൾക്കും പരിക്കേറ്റു. ഈ സ്ഥലത്തെത്തിയ വളരെ പെട്ടെന്ന് തന്നെ ഈ ജയ്സിംഗിനെ അവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രി ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ പരിക്കേറ്റ ജയ്സിംഗിന്റെ 2 ബന്ധുക്കളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ചികിത്സയിലാണ്. 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കാൻ വേണ്ടി ഈ സിംഗിനെ വിളിച്ചു വരുത്തിയതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അയാൾക്കൊരു ഭാര്യയും 10 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമാണുള്ളത്. ഒരു ചടങ്ങിനിടെ ഉണ്ടായ ഒരു തർക്കം, അതാണ് ഇതിൻ്റെ കാരണം. ഒരു സംഘം ട്രാൻസ്ജെൻഡർ സമൂഹത്തിലെ ഒരുപാട് പേർ ആ ചടങ്ങിനെത്തിയിരുന്നു. ആ കുടുംബവും ഈ സംഘവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അത് പിന്നീട് ഉന്തും തള്ളുമായി. ഇതിനിടയിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ മുഖത്ത് ആരോ അടിച്ചു. അങ്ങനെ സംഘർഷം വഷളായി. ഈ തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി എന്താണെങ്കിലും വലിയ ജാഗ്രതയുണ്ട്. ആ കനത്ത ജാഗ്രതയിലാണ് ഈ ജയ്സിംഗിൻ്റെ മൃതദേഹം സംസ്കരിച്ചത്. പ്രദേശത്ത് ഡൽഹി പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. കല്യാൺപുരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ऐसा है, मेरा बेटा मर चुका है, जैसा वो मरा है ऐसे इनकी मौत होनी चाहिए, फांसी लगनी चाहिए इनको, जिंदा नहीं चाहिए हमें कुछ नहीं चाहिए। मैं खुद गरीब हूँ, मेरा आदमी सर पे नहीं है, यही बेटा है कमाने वाला मेरा। मैं कहाँ जाऊँगी, इससे भीख मांगूंगी, कौन देगा? अब इससे शादी करिए, इसका बेटा छोटा गोद में 10 दिन का बेटा है. കല്യാൺപുരിയിൽ തുടർച്ചയായി ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നതിലുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. കാരണം ഈ തൊട്ടടുത്ത ദിവസമാണ് അവിടെ അനിൽ എന്ന ശുചീകരണ തൊഴിലാളിയെ ഒരാളെത്തി കത്തികൊണ്ട് കുത്തിക്കൊന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ടുഡേ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20-ാം മണിക്കൂറിൽ. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.